കുമ്പടി കാങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക്. നിളയ്ക്ക് കുറുകെ പാലക്കാട്, മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന തടയണയോടുകൂടിയ പാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. ഇരു ജില്ലകളിലുള്ളവരുടെ ഒരു സ്വപ്ന പദ്ധതിയാണിത്. നിലവിൽ പദ്ധതിയുടെ 80% പണിയും പൂർത്തീകരിച്ചു എന്നാണ് കമ്പനിയുടെ മാനേജറായ പ്രദീപ് പറയുന്നത്. കൊച്ചി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പൗലോസ് ജോർജ് കൺസ്ട്രക്ഷൻ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനമാണ് പദ്ധതിയുടെ നിർമ്മാണം നടത്തുന്നത്. കിഫ്ബി ഫണ്ടിൽ നിന്നും 102 കോടി രൂപ ചെലവിട്ടാണ് പദ്ധതിയുടെ നിർമ്മാണം. റെഗുലേറ്റർ കം ബ്രിഡ്ജ് യാഥാർത്ഥ്യമായാൽ കാർഷിക, വ്യാവസായിക, ഗതാഗത രംഗത്ത് ഏറെ പ്രയോജനപ്പെടും. 29 ഷട്ടറുകളുള്ള കുമ്പടി കാങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ അപ്രോച്ച് റോഡുകളുടെ നിർമ്മാണം അടുത്തു തന്നെ പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 418 മീറ്റർ നീളം വരുന്ന റെഗുലേറ്റർ കം ബ്രിഡ്ജിന് 11 മീറ്റർ വീതിയുണ്ട്. പാലത്തിന്റെ മുകളിൽ ഇരുഭാഗത്തുമായി 1.5 മീറ്റർ വീതിയിൽ നടപ്പാതയുമുണ്ട്. പാലം വന്നാൽ പാലക്കാട്, മലപ്പുറം ജില്ലകളെ എളുപ്പത്തിൽ ബന്ധിപ്പിക്കുന്ന ഒരു പുതിയ പാതയാണ് പൂവണിയുന്നത്. നിലവിൽ കുമ്പടിയിൽ നിന്ന് 10 കിലോമീറ്ററോളം ദൂരം വളഞ്ഞു വേണം കുറ്റിപ്പുറത്തെത്താൻ. ഇരുകരയെയും ബന്ധിപ്പിച്ച് പാലം വരുന്നതോടെ വെറും 2 കിലോമീറ്ററായി ഇത് ചുരുങ്ങും. ഇതോടൊപ്പം ടൂറിസം വികസനത്തിനും വഴിയൊരുക്കും. 2 ജില്ലകളിലെയും ജലക്ഷാമത്തിന് പരിഹാരമാവുകയും ചെയ്യും. 2 ജില്ലകളിലെയും ആയിരക്കണക്കിന് ഹെക്ടർ കൃഷിഭൂമിയിലേക്ക് ജലസേചനം നടത്തുന്നതിനും പദ്ധതി പ്രയോജനപ്പെടുത്താം. തൃത്താല മണ്ഡലത്തിലെ ആനക്കര, പട്ടിത്തറ, പരുതൂർ, കപ്പൂർ പഞ്ചായത്തുകളിലെയും കുറ്റിപ്പുറം, ഇരുമ്പിളിയം, വളാഞ്ചേരി, തിരുവേഗപ്പുറ എന്നിവിടങ്ങളിലെയും കുടിവെള്ളക്ഷാമം പരിഹരിക്കാനുമാകും. ന്യൂസ് ഡെസ്ക്, തൃത്താല ന്യൂസ്. കാന്തക്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് പദ്ധതിയുടെ പണികൾ ഏകദേശം 80% പൂർത്തിയായിട്ടുണ്ട്. 2022 ഡിസംബറിലാണ് അതിന്റെ പദ്ധതി പണി ആരംഭിച്ചത്. 2 കൊല്ലം 2024 ഡിസംബറോടുകൂടി തന്നെ പദ്ധതികൾ പൂർത്തിയാക്കാനുള്ള നടപടിക്രമങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ മുഴുവൻ RCB, അതായത് ബ്രിഡ്ജിന്റെ പണി അപ്രോച്ച് റോഡ് ഒഴികെ എല്ലാം തീർന്നതെന്ന് തന്നെ പറയാം. 29 സ്ലാബും അതിന്റെ 30 പില്ലറുകളും പണികൾ തീർന്നു. റെഗുലേറ്റർ ഷട്ടറിന്റെ 29 റെഗുലേറ്റർ ഷട്ടറിൽ 15 എണ്ണവും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ബാക്കിയുള്ള എല്ലാ ഫാബ്രിക്കേഷൻ കഴിഞ്ഞു. വെള്ളം കുറഞ്ഞാൽ ഉടൻ തന്നെ അതിന്റെയും പണികൾ തീർക്കും. അപ്രോച്ച് റോഡിനെ സംബന്ധിച്ചിടത്തോളം കുറ്റിപ്പുറം സൈഡും കുമ്പടി സൈഡും റോഡിന്റെ ആവശ്യമായ സ്ഥലം ഇതുവരെ ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സ്ഥലം കിട്ടിയ ഉടൻ തന്നെ ബാക്കിയുള്ള പണികളും റോഡിന്റെ പണികളും ആരംഭിക്കാൻ കഴിയും. സമയബന്ധിതമായി സമയത്തിന് മുന്നേ തന്നെ ഈ പദ്ധതി കമ്മീഷൻ ചെയ്യാൻ കഴിയുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്.